സ്വാമി, അവിടുന്ന് എന്നെ ഓർക്കുന്നുണ്ടോ? പ്രായം ഒരുപാടായെങ്കിലും ഓർമ്മപ്പിശക് വന്നു തുടങ്ങിയിട്ടില്ല പ്രഭാകരാ. ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നു. ഹിമാലയത്തിലാണെന്ന് അറിഞ്ഞത്. കണ്ടിട്ട് കുറേയേറെ വർഷമായില്ലേ. മറന്നിട്ടുണ്ടാവുമെന്ന് കരുതി. ചില മനുഷ്യരെ, ചില ജാതകങ്ങളെ ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. എവിടെ തന്റെ ഇളയ മകൻ, സാക്ഷാൽ നരസിംഹൻ, തേജസ് എന്ന തിരുമേനി അവന്റെ? കാലത്തിന്റെ ചക്രം തിരിഞ്ഞു വരികയല്ലേ. എല്ലാത്തിനും ഒരു മറുവശമുണ്ടാകും. തേജസ്, അയാൾ എവിടെയുണ്ട്? വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ഉടനെ ഉണ്ടാവും. പക്ഷെ തിരുമേനി, അവന്റെ ഏട്ടന്റെ വിവാഹമാണിപ്പോ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ദ്രന്റെ വിവാഹ സമയമായിട്ടില്ല പ്രഭാകര. അവന്റെ പാതിയെ കണ്ടുമുട്ടാൻ അവൻ ഇനിയും നേരമുണ്ട്. അപ്പോ ഈ വിവാഹം? അത് നടക്കില്ല. വിധിപ്രകാരം ഇന്ദ്രന് മുന്നേ വർണ്ണമാല്യം അണിയാൻ യോഗം തേജസ്സിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഹാരകർമ്മം ചെയ്യാം. പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പ്രഭാകർ മനസ്സിൽ നിറയെ ആകുലതയുമായാണ് തിരികെ വീട്ടിലേക്ക് ചെന്നത്. എന്താ ഇന്ദ്രന്റെ തീരുമാനം? എന്ത് തീരുമാനം? അച്ഛന് ഭ്രാന്താണെന്ന് കരുതി? ഞങ്ങൾക്ക് രണ്ടുപേർക്കും തലയ്ക്ക് ഒരു വെളിവുകേടുമില്ല. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കഴിഞ്ഞു. ഏതോ വക്കുപൊട്ടിയ സ്വാമി പറയുന്നത് കേട്ട് ഈ വിവാഹം നടത്താതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ണാ, അയാൾ അത്ര നിസ്സാരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയും അച്ഛൻ്റെ താളത്തിനനുസരിച്ച് തുള്ളിക്കോ. ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. അവൻ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറിപ്പോയി. ഞാൻ ആ കുട്ടിയുടെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി ഒരു തീരുമാനമെടുക്കുന്നത്. പ്രഭാകർ ഫോണുമായി പുറത്തേക്കിറങ്ങി. ഇന്ദ്രൻ ഈ വിവാഹം മുടങ്ങിയാൽ അത്രയ്ക്കും നല്ലതെന്ന മനസ്സാണ്. വിവാഹപ്രായം ആയതുകൊണ്ടും ആരതി കാണാൻ സുന്ദരി ആയതുകൊണ്ടും മാത്രം സമ്മതം മൂളിയ ആലോചനയാണ് അവനത്. പക്ഷേ നിശ്ചയം കഴിഞ്ഞും പരസ്പരം അടുത്ത് സംസാരിക്കാനോ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. എന്താ അച്ഛാ, എന്തു പറഞ്ഞു? പരിഹാരകർമ്മം ചെയ്ത് വിവാഹം നടത്താമെന്നാ അവര് പറയുന്നത്. വിവാഹം ഒന്ന് മുടങ്ങിയതാണെന്നറിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി പോകുമെന്ന്. ഇനി ഒരു പെൺകുട്ടിയുടെ ഭാവി നമ്മൾ കാരണം നശിക്കണ്ട. വിധി പോലെ എല്ലാം വരട്ടെ. അയാൾ ഒരു നെടുവീർപ്പോടെ മുറിയിലേക്ക് കയറിപ്പോയി. ഓഫീസിലെ വർക്ക് ചെയ്യുന്നതിനിടയിലാണ് തേജസിന് ജിഷൻ അയച്ചു കൊടുത്ത മേൽവിലാസം കിട്ടുന്നത്. സൂര്യകിരൺ, ഹൗസ് നമ്പർ 7, മഹാബലിപുരം, ചെന്നൈ. സൂര്യകിരൺ, ആ പേര് വീണ്ടും വീണ്ടും അവൻ മനസ്സിലാവർത്തിച്ചു. എടോ പ്രണവ്, തനിക്കൊരു ജോലി തന്നിട്ട് എത്ര നേരമായി? താൻ ഇവിടെ ആരോട് സംസാരിച്ചു നിൽക്കുക? കുറെ നേരമായി പ്രണവ് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് സഹിക്കാതെയാണ് ദക്ഷിണ അങ്ങോട്ട് ചെല്ലുന്നത്. അത് ആരോടും പറയണ്ട, എൻ്റെ ഫിയാൻസിയാണ്. എന്നെ കണ്ടിട്ട് കുറച്ചു ദിവസങ്ങളായി. അതിൻ്റെ പരിഭവമാ. പിന്നെ തന്ന പണി വൃത്തിക്ക് ഞാൻ ചെയ്ത് MD ഏൽപ്പിച്ചിട്ടുണ്ട്. മേഡം ചെന്നാട്ടെ. ഇല്ലാത്ത നാണം മുഖത്ത് വരുത്തി അവൻ വീണ്ടും ഫോണിലേക്ക് തിരിഞ്ഞു. പറയൂ വല്യച്ഛാ. അവിടുന്ന് നമ്മുടെ വക്കീൽ വിളിച്ചിരുന്നു. അവൻ ജയിലിൽ നിന്നിറങ്ങാൻ ഇനി 10 ദിവസം കൂടിയുള്ളൂ. വല്യച്ഛൻ പേടിക്കണ്ട. അവനല്ല, ഇനി ബ്രഹ്മമംഗലത്തുള്ളവർ മുഴുവൻ വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. എന്തായാലും വീട്ടിലുള്ളവർക്കൊക്കെ ഒരു കവചം പോലെ നമ്മൾ ഉണ്ടാവണം പ്രണവേ. സംഭവിച്ചതൊന്നും മറന്നിട്ടില്ലല്ലോ? അയാളുടെ ശബ്ദം ഇടറുന്നത് അവൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചുക്കും സംഭവിക്കില്ല. ഞാൻ വന്നിട്ട് സംസാരിക്കാം. അവൻ ഫോൺ കട്ട് ചെയ്ത് സീറ്റിലിരിക്കുമ്പോഴും ദൂരെ നിന്നൊരാൾ ഒളിക്കണ്ണിട്ട് നോക്കുന്നത് അവന് കാണാമായിരുന്നു. ആരുടെ എവിടെ നോക്കിയാടി? നീ അവളല്ലേ? വണ്ടിയുടെ മുൻപിൽ ഏതോ പെൺകുട്ടി ചാടിയതും പ്രണവ് വേഗം ബ്രേക്ക് പിടിച്ചു. അയ്യോ ചേട്ടാ, സോറി, ഞാൻ കണ്ടില്ല. കാണില്ല, വാണം വിട്ടതുപോലെയല്ലേ പോക്ക്. അല്ലെങ്കിലും നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അതെന്തിനാ? അല്ല, നീ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവളുടെ സസ്പെൻഷൻ ഒഴിവായത്. അത് ചേട്ടൻ തന്ന ധൈര്യം കൊണ്ടാ. ഇപ്പൊ എവിടെ പോവാ? അമ്മയ്ക്ക് സുഖമില്ല. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാൻ വന്നതാ. കയ്യിലെ മരുന്ന് അവൾ അവന് നേരെ നീട്ടി. എന്നിട്ട് ഇവിടെ നിന്ന് താളം ചവിട്ടുവാണോ? വാ, ഞാൻ കൊണ്ടാക്കാം. പിന്നിൽ ദക്ഷിണയുടെ കാറ് കണ്ടതുകൊണ്ടുകൂടിയാണ് അവൻ അവളെ വിളിച്ചത്. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കേറു കൊച്ചേ. അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോഴവൻ നിർബന്ധിച്ചവളെ വണ്ടിയിൽ കയറ്റി. ദക്ഷിണയുടെ മുന്നിൽ കൂടി അവളെയും ബൈക്കിലിരുത്തി അവൻ ഒരു ചിരിയോടെ കടന്നുപോയി. എടാ, ഇത് വേണ്ടാത്ത പണിയാണേ. അവൾ ആരായാലും നിനക്കെന്താ? അല്ല, അവളെയാണ് ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടതെന്ന് എനിക്ക് ഉറപ്പിക്കണം. നീ അച്ഛനോട് വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ അത്യാവശ്യമായി കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നതെന്ന് എനിക്കും കാണാലോ. കാണിക്കാലോ. ഞാൻ പോയിട്ട് വരാം, ഇന്ദ്രനോട് പറഞ്ഞ് അവൻ കാറെടുത്തു. തുടരും.